നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. കൂടുതൽ വിപുലീകരിക്കാനൊന്നുമില്ല. കെ സുരേന്ദ്രനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു വാക്ക് ഓവർ കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. രാഹുൽ ഗാന്ധി വെറുതെ ജയിച്ചു പോകേണ്ടതില്ല എന്ന് ബി ജെ പി തീരുമാനിക്കുന്നു. അതിന് കെ സുരേന്ദ്രനാണ് ലഭ്യമായിട്ടുള്ള ബി ജെ പിയുടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും എന്ന് വെച്ചാൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും എന്ന് വെച്ചാൽ ബാക്കിയുള്ള ബി ജെ പി നേതാക്കളൊക്കെ മത്സരരംഗത്തായിപ്പോയല്ലോ. ലഭ്യമായിട്ടുള്ള ബി ജെ പിയുടെ ഏക സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി ജെ പിയിൽ നമുക്ക് ഇപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എവിടെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് വോട്ടുകൾ എക്സ്ട്രാ നേടാൻ സുരേഷ് ഗോപിക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് സുരേഷ് ഗോപിയെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് ബി ജെ പി കരുതിയിട്ടുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിർത്തിയിട്ടുള്ളത്, പിന്നീട് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിർത്തിയിട്ടുള്ളത്. ആ നിലയിലുള്ള ഒരു കഴിവൊന്നും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് ഇപ്പോഴില്ല. സുരേന്ദ്രൻ യുവമോർച്ച ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സുരേന്ദ്രൻ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ആ കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ഭരണകാലമാണല്ലോ, ഡിവൈഎഫ്ഐയോളം സമര തീവ്രത സുരേന്ദ്രന് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ആ നിലയിൽ സുരേന്ദ്രനൊരു അങ്ങനെയാണ് സുരേന്ദ്രൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സാധാരണഗതിയിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നേരെ പോയി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആവുക. സുരേന്ദ്രൻ നേരെ ജനറൽ സെക്രട്ടറി ആയി. സുരേന്ദ്രന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ആ കാലഘട്ടത്തിൽ കിട്ടിയിരുന്നു. പിന്നീട് സുരേന്ദ്രൻ്റെ വളർച്ച അതിവേഗമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് 2 മണ്ഡലങ്ങൾ സുരേന്ദ്രൻ മത്സരിച്ച് വലിയ രീതിയിൽ ബി ജെ പിക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കി. ഒന്ന് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയാവുന്നതുപോലെ കെ ജി മാരാറിൻ്റെ കാലഘട്ടം മുതൽ വലിയ നിലയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. കെ ജി മാരാർ പോലും ചില്ലറ വോട്ടുകൾക്കാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2000 വോട്ടുകൾക്കാണ് കെ ജി മാരാർ ആ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കെ ജി മാരാറിലൂടെ മഞ്ചേശ്വരം കൈവരിച്ചിട്ടുള്ള നേട്ടത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു 57 വോട്ടിൻ്റെ മാത്രം മാർജിനിൽ സുരേന്ദ്രൻ പരാജയപ്പെടുകയാണ്. പിന്നീട് ഈ കോന്നി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് കൂടുതൽ വോട്ടുകൾ മെച്ചപ്പെടുത്താൻ സുരേന്ദ്രന് സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നീട് കാസർഗോഡും പത്തനംതിട്ടയിലും ഒരേ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുകയും 2 പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. എങ്കിൽ പോലും ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും സുരേന്ദ്രന് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പലിശ എടുത്താൽ മതിയായിരുന്നു സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അങ്ങനെ ഒരു വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ സുരേന്ദ്രനായി കാത്തു നിൽക്കുന്നു എന്നുള്ള നില അവസ്ഥയൊന്നും അവിടെയില്ല. ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ലോക്സഭാ മണ്ഡലം ആയിരിക്കും ഒരുപക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും സംഘടനാപരമായി ദൗർബല്യമുള്ള ഒരു മണ്ഡലം. ആ സംഘടനാപരമായ ദൗർബല്യം സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വരവോടുകൂടി സംഘടനാപരമായിട്ടുള്ളൊരു കേന്ദ്രീകരണം അവിടെ ഉണ്ടാക്കുകയും രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ ബി ജെ പിയുടെ കൊടി കൂടി പറന്നു നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ തവണ നേരത്തെ വ്യത്യസ്തമായിരുന്നു. ആദ്യം അമേഠിയിലായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെ പരാജയ സാധ്യത കാരണം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടി നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. പിന്നീട് 2014 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ സ്മൃതി ഇറാനി ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. 2019 ഒരു പ്രധാന പ്രതിയോഗിയാണ് എന്ന് കണ്ട് ചിലപ്പോൾ പരാജയ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവസാന നിമിഷം വയനാട് തീരുമാനിക്കുന്നത്. വയനാട്ടിലൊരു സ്ട്രാറ്റജിയും ബി ജെ പിക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ ബി ഡി ജെ എസിന് സീറ്റ് കൊടുത്തു പോയിരുന്നു. ബി ഡി ജെ എസ് നേരത്തെ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളിക്ക് ആ സീറ്റ് നൽകുന്നു. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിക്കും ഈ പറഞ്ഞ പോലെ വലിയ നിലയിൽ വോട്ട് ഉയർത്താനോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ സാധിച്ചില്ല. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, ഒരു സ്റ്റോണും അൺടേൺഡായി വിടാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ദൗർബല്യമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി അങ്ങനെ വെറുതെ നിസ്സാരമായി 4.5 ലക്ഷം വോട്ടിന് ജയിക്കാൻ വിടുക എന്ന് പറയുന്നത് ബി ജെ പി ഇന്ന് ചെയ്തുകൂടാത്ത കാര്യമാണ്. അത് ബി ജെ പിയുടെ ഭാഗത്തുള്ള ഒരു വീഴ്ചയായി ബി ജെ പി സ്വാഭാവികമായി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളതുകൊണ്ട് സുരേന്ദ്രനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്രാവശ്യം നേരത്തെ കഴിഞ്ഞ തവണ അമേഠിയിൽ ആദ്യം സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്തവണ ആദ്യം വയനാട് പ്രഖ്യാപിക്കുകയും അമേഠിയെ വെക്കുകയും അമേഠിയെ അവസാന ഘട്ടത്തിലേക്ക് വെക്കുകയും ചെയ്തതിൽ ഞാൻ വിചാരിക്കുന്നത് അമേഠിയിൽ മത്സരിക്കാതിരിക്കാനുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കില്ല. അവസാന ഘട്ടത്തിൽ ബി ജെ പി സകല തന്ത്രങ്ങളും പുറത്തെടുക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്നതാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലും ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് അത് അമേഠി അല്ലെങ്കിൽ റായ്ബറേലി ഈ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും
രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടുകൂടി സുരേന്ദ്രൻ കൂടി ഇപ്പോൾ വയനാട്ടിൽ വരികയും ആ മത്സരം കുറച്ചുകൂടി ഒന്ന് ചൂടുപിടിക്കുകയും ചെയ്തു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാകില്ല. നമ്പർ 1 പൊസിഷനിൽ രാഹുൽ ഗാന്ധിയുണ്ട്, നമ്പർ 2 പൊസിഷനിൽ ആനി രാജയുണ്ട്, നമ്പർ 3 പൊസിഷനിൽ തന്നെയാണ് കെ സുരേന്ദ്രനും വരിക എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. അതിലേതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനുള്ള ശക്തി ഏതായാലും BJPക്ക് ആ മണ്ഡലത്തിലില്ല, കെ സുരേന്ദ്രന് ആ മണ്ഡലത്തിലില്ല. Meet the editors.